കണ്ണ് പോയി, കണ്ണിലെന്താ വന്ന് തടിച്ചു. അബേ അവിടെ കൊണ്ട് വയ്ക്കാം. ഭൂമിക്കൊരു ചെറിയൊരു ചരിവുകൾ കിടക്കുന്നുണ്ട്, കല്ലൊരുപാടാവും. ബേസ്മെന്റ് ഇതുവരെ വരും. ഇതുമെന്ന് ബേസ്മെന്റ് ഇത്ര. ഇത് നിലദാനം. ഇവിടെ ഇവിടെയുള്ള നിലദാനത്തിന് അനുസരിച്ചിട്ടു. അവിടെ 2 സ്റ്റെപ്പായിട്ട് തന്നെ. അപ്പൊ ഇതുവരെ നിലദാനം, അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് നമ്മളൊരു 6 സെന്റിമീറ്റർ വലിച്ചിട്ട് ഇത് കെട്ടും. ഇതിപ്പോ നമ്മൾ മൊത്തം ഇങ്ങനെ കാണാൻ വെച്ച് കെട്ടിയിരുന്നു. ഈ ദാനാണ്, ഈ പൗണ്ടിസത്തിന്റെ ദാനാണ് ഇത്. അത് ഇത് 6 സെന്റിമീറ്റർ ഒക്കെ ഇനി വലിച്ചിട്ട് അതുമ്മ കെട്ടും. അപ്പൊ നൂലും കൂടെ മാറ്റും. ഭഗവാൻ അങ്ങനെ നമ്മുടെ സ്വപ്ന ഭവനം പണി ആരംഭിക്കുകയാണ്. തറയൊക്കെ കീറിയതിന് ശേഷം ബേസ്മെൻറ്റ് നമ്മൾ കരിങ്കല്ല് പടവാണ് ആദ്യം നിശ്ചയിച്ചത്. പക്ഷേ സാമ്പത്തികം അത് അനുവദിക്കുന്നില്ല, അതുകൊണ്ട് വെട്ടുകല്ലാണ് ഉപയോഗിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, പിന്നെ ഈ തറയാണെങ്കിൽ വളരെ നല്ല ഹാർഡായിട്ടുള്ള തറയാണ്. അപ്പോൾ വെട്ടുകല്ല് മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ രാമേട്ടൻ്റെ കണക്ക് കറക്റ്റായി. ഈ നൂല് ആ നൂല് നിങ്ങളെ ഇതൊക്കെ ഇവിടെ ചാന്തെന്ന് പറഞ്ഞ അറിഞ്ഞൂടെ സന്ധി. മട്ടി എന്ന് പറയാ. ഇവിടെ പടവ് എന്നറിയാം. സിമെന്റ് മണലും കൂടെ മിക്സ് ചെയ്തതിന് ശാന്തം മനസ്സിലാവില്ല. ഓരോ നാടിനും അതിന്റെ പ്രാദേശികമായ ഒരു ചേട്ടൻ്റെ പേര് നോക്കാം. രാജൻ. ജീവനാടി തന്നെ. അവൻ്റെ ഒക്കെ വീടിൻ്റെ അടുത്ത്. ഈ പടിഞ്ഞാറ് ഭാഗത്ത് കെട്ട് റെഡിയായി വരുന്ന സമയത്ത് ഒരാളുടെ പൊക്കം വരും. അത്രയും പൊങ്ങിയാൽ മാത്രമാണ് മുകൾ ഭാഗത്ത്, കിഴക്ക് ഭാഗത്ത് കറക്റ്റ് മട്ടമായി വരുള്ളൂ. കണ്ടോ, സ്വാമിജി ടേപ്പ് പിടിക്കുന്നുണ്ടോ? ഇടിച്ചക്ക ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. പണിക്കാർക്ക് നല്ല ഗംഭീരമായിട്ടുള്ള ഊണ് കൊടുക്കാം. നമ്മളെ പണിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഇടിച്ചക്ക ഇട്ടിട്ട് അത് തോരൻ വെച്ച് അല്ലെങ്കിൽ കറി വെച്ച് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഹൗസ് ഓണറിനോട് ചോദിച്ചപ്പോൾ അവർ അടുത്തോളം പറഞ്ഞു. ഞാൻ അടക്കം വന്നപ്പോഴത്തേക്ക് ഭഗവാനെ ഒന്നും പറയണ്ട, ആ ചക്കയിൽ തൊട്ടപ്പോഴത്തേക്കും ഈ നാട്ടിലൊരു പ്രാണി കണ്ട്, എരിയൻ ജാതി എന്നാ പറയുക, അത് ഒന്ന് കണ്ണിലടിച്ച്. എൻ്റെ അപ്പോൾ ഒരു നീറ്റലായിരുന്നു ഒരു. ഭഗവാനെ ഒന്നും പറയണ്ട. എന്തായാലും ചക്ക ഞാൻ ഇട്ടിട്ടേ ഇറങ്ങിയുള്ളൂ. കണ്ണ് പോയി, കണ്ണിലെന്താ വന്ന് തടിച്ചു. അബേ എന്തോ ഒരു ജീവിയോ അത് കണ്ണിൽ വന്ന് അടിച്ചു. കണ്ടല്ല, കാണും. നാടൻ രീതിയിൽ കറി വയ്ക്കാം ഇടിച്ചക്ക. നമ്മളെ ഹൗസ് ഓണർ പറഞ്ഞതാ, ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലുള്ള ഹൗസ് ഓണർ പറഞ്ഞതാ, എടുത്തോളാൻ പറഞ്ഞു. അത് പണിക്കാർക്ക് ഇത് വച്ചു കൊടുക്കാം. കണ്ണിലേ, കട്ടിലല്ല, കണ്ണിൽ എന്തോ ജീവി ഒന്ന് അടിച്ചു. ഇങ്ങോട്ട് നോക്കൂ.
മങ്ങലുണ്ട്. മറ്റേ ഉച്ചയാകുമ്പോഴത്തേനും നല്ല ചൂടാവും. മങ്ങലുണ്ടെന്ന് നല്ല ചൂട്. ഇവിടെ മണ്ണും കൂടെ കൂടി ചൂടായി കഴിയുമ്പോഴത്തേക്കും. ഇന്ന് പടവിൻ്റെ 2ാം ദിവസമാണ്. ഇന്നലെ കണ്ടോ, ഇന്നലെ ഞാനൊരു ഇടിച്ചക്ക എടുക്കാൻ വേണ്ടിയിട്ട് പ്ലവിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറിയില്ലേ, അത് ഏതോ ഒരു ചെറിയ പ്രാണി വന്ന് വീണിട്ട് കണ്ണിൽ വീണ് കുറച്ച് നന്നായിട്ട് നീറ്റിലുണ്ടായിരുന്നു. കണ്ണിപ്പോൾ രാവിലെ നോക്കിയപ്പോഴത്തേക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല. സന്തോഷേട്ടനല്ലേ, ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ള സന്തോഷേട്ടൻ്റെ മരുന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ലേശം ഒന്ന് ഒറ്റിച്ചിട്ടുണ്ട്. ചെറിയൊരു മാറ്റമുണ്ട്. കണ്ടോ, കണ്ണ് കണ്ടോ, നല്ല വേദനയാണ്. അതുപോലെ അത് അതിൻ്റെ വഴിക്ക് നടക്കും. ഭഗവാൻ, ഇന്ന് അവിടെ പോയിട്ട് ഇന്നലെ ചെയ്ത പടവിൽ നിറയെ വെള്ളം ഒഴിച്ച് അത് ക്ലിയർ ആക്കണം. വെള്ളം കൂടുതൽ ചെല്ലും തോറും അത് സെറ്റാവും. ഇനിയൊരു 2 ലോഡ് കല്ലൂടെ ഇന്ന് വരും. ടോട്ടൽ മൊത്തം 6 ലോഡ് കല്ല് ആവും അങ്ങനെയാണെങ്കിൽ. ഇത് മൊത്തം കഴിയുമെന്നാണ് ഇപ്പോൾ പടവ് കണ്ടോ. പിന്നെ പടത്ത് എൻ്റെ ബാക്ക് സൈഡാണ് കല്ലുമൂല, മൂലയിലാണ് ക്ലിയറാക്കി ഇട്ടിട്ടുണ്ട്. രാവിലെ വന്ന് എല്ലാം നനച്ചു. രാവിലെ ഷൂട്ട് ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം വെളുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ക്യാമറയ്ക്കൊന്നും ക്ലിയർ അല്ല, അതുകൊണ്ടാണ്. വെള്ളമൊക്കെ നനച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി പിന്നെ കറണ്ടിൻ്റെ കണക്ഷൻ തൽക്കാലം എടുക്കണം. താൽക്കാലികമായി കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കണം. അപ്പോൾ അതിന് ഒരു നമ്മളെ ഷീറ്റ് ഇരിക്കുക, നമ്മളെ ഷീറ്റ് ഇരിക്കുക ഇരിക്കാനോ. നീ കണ്ടോ ഈ കറണ്ടിൻ്റെ ഈ കണ്ടോ, ഇത് നമ്മളൊരു സുഹൃത്തിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യത്തിന് ഒരു ഷെഡെങ്ങാണ്ട് വയ്ക്കുന്ന സമയത്ത് തൽക്കാലം കണക്ഷൻ എടുത്തതാണ്. ഉണ്ടോ, ഇതിനി ഇവിടെ കുഴിച്ചിടണം. അതിൻ്റെ കയ്യിൽ പാരയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടെ ഇലക്ട്രിക്കൽ ഇപ്പോൾ തൽക്കാലം നമ്മളെ പറമ്പിലാണ് പോസ്റ്റ് ഉള്ളത്. അപ്പോൾ പോസ്റ്റ് ചെയ്ത് പിന്നെ കറണ്ട് കണക്ഷൻ തൽക്കാലം എടുക്കാൻ ഇവിടെ നമുക്കത് കുഴിച്ചിടാം. അതെൻ്റെ പരിപാടി. ഓക്കെ, ഇത്രയും ഈ കുഴി മതിയാവും തോന്നുന്നു. എന്തായാലും ഈ കുഴി മതിയാവും തോന്നുന്നു. ഇനി അതിൻ്റെ അളവ് എടുത്തു വെച്ച് അളവ് നോക്കിയിട്ട് അടുത്ത സ്ഥാനം കാണാം. അവിടെ കൊണ്ട് വയ്ക്കാം. ഇത് അടയാളപ്പെടുത്തിയിട്ട് ഇതിൻ്റെ അടയാളം ഓക്കെ. ഇവിടെ ഒരു കുഴി വയ്ക്കാം. ഇവിടെ ഒരു കുഴി വയ്ക്കാം. ഓക്കെ, പ്രതീക്ഷിക്കുന്നതിനപ്പുറം കല്ലാവും. ഒരു പിടിയില്ല. കാരണം ഭൂമിക്കൊരു ചെറിയൊരു ചരിവുകൾ കിടക്കുന്നുണ്ട്. കല്ല് ഒരുപാടാവും. ഇപ്പോൾ തന്നെ കണക്ക് നോക്കിയപ്പം 1500ഓളം കല്ലുകൾ വരുമെന്നാണ് പറയുന്നത്. പിന്നെ ബേസ്മെൻ്റ് അല്ലേ, അതിനൊരു പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് തട്ടുകട തുടങ്ങാനുള്ള പരിപാടിയോ? വാ,
അപ്പോൾ അതും ഓക്കെ. ഇനി ഇവിടെ നിന്ന് കണക്ഷൻ പിടിച്ച് കൊടുത്താൽ മതി. PLCB വയ്ക്കണം അല്ലേ? ഐസൊലേറ്റർ വയ്ക്കണം. അത് രണ്ടും ഇല്ലായിരിക്കും. ഇനി അത് കണക്കാക്കണം. പിന്നെ കോപ്പർ വയർ കൊടുക്കണം, കോപ്പർ കമ്പി കൊടുക്കണം, എർത്ത് കൊടുക്കണം. കുറച്ച് പണിയുണ്ട്. ഇലക്ട്രീഷ്യന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ മട്ടി കൂട്ടുമ്പോൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാം.